നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച പ്രാദേശികമായി നടന്നതെന്ന് സിബിഐ. ക്രമക്കേട് വ്യാപകമല്ലെന്നും സിബിഐ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വിവരങ്ങളുമായി ഷബ്ന സിയാദ് ചേർന്നു. ഷബ്ന, നീറ്റ് പരീക്ഷ വീണ്ടും നടത്തേണ്ടി വരുമോ ഇല്ലയോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ആശങ്കയായി രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും മനസ്സിൽ നിൽക്കുകയാണ്. ഇപ്പോൾ സിബിഐ ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിവരങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ പ്രാദേശികമായി മാത്രം ചോർന്നത് എന്നാണോ സിബിഐയുടെ കണ്ടെത്തൽ? അത്തരത്തിൽ വ്യാപകമായ ഒരു ചോർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണോ ഇപ്പോൾ അവർ കോടതിയിൽ ഹാജരാക്കുന്നത്? ലക്ഷ്മി, സിബിഐയുടെ നിലപാട് തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ച ഒരു പ്രാദേശികമായ സംഭവം മാത്രമാണ്, ക്രമക്കേട് വ്യാപകമല്ല. അതുപോലെ ബീഹാർ, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളെ അന്വേഷണത്തിന് റിപ്പോർട്ടാണ് സിബിഐ സമർപ്പിച്ചത്. തലസ്ഥിതി റിപ്പോർട്ട് ജഡ്ജിമാരുടെ നിരീക്ഷണത്തിന് വേണ്ടി മാത്രമായിട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നതിനാൽ ഈ ഹർജിക്കാർക്ക് പോലും ഇതിന്റെ പകർപ്പ് നൽകിയിട്ടില്ല. അത്തരത്തിലുള്ള റിപ്പോർട്ട് ഏതായാലും സിബിഐ സമർപ്പിച്ചിരിക്കുന്നു. അതുപോലെ ഇന്നലെ കേന്ദ്ര സർക്കാരും NTA-യും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരും ഇത് വ്യാപകമായ ക്രമക്കേടല്ല എന്ന റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള സത്യവാങ്മൂലം സമർപ്പിച്ചു. ഭാവിയിൽ ക്രമക്കേട് ഉണ്ടാകാതിരിക്കാനുള്ള 7 അംഗ വിദഗ്ധ സമിതിയെ രൂപീകരിച്ചു എന്നും കേന്ദ്രം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. പുനഃപരീക്ഷ വേണ്ട എന്നാണ് കേന്ദ്രത്തിന്റെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത്. സിബിഐയും ഇത്തരത്തിൽ വലിയ ക്രമക്കേട് ഇല്ല എന്ന് പറയുന്നു. അതുപോലെ NTA-യും സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർന്നതായുള്ള വീഡിയോ വ്യാജമാണ് എന്നാണ് NTA പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 കേന്ദ്ര സർക്കാർ, അതുപോലെ NTA, സിബിഐ ഇവർ ഒരുപോലെ വലിയ ക്രമക്കേടല്ല നടന്നത് എന്ന നിലപാടിൽ തന്നെ നിൽക്കുന്നു. ഏതായാലും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ബെഞ്ച് ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഈ ചോദ്യപേപ്പർ അച്ചടിച്ചത് എങ്ങനെ, ഇത് വിതരണം ചെയ്തത് എങ്ങനെ, ഏത് പ്രസ്സിൽ അച്ചടിച്ചു, ഏത് രീതിയിലാണ് ഇതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, ഇത് ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുന്നത് എങ്ങനെ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയിക്കണം എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഹർജി പരിഗണിക്കുന്ന വേളയിൽ കോടതി എടുക്കുന്ന നിലപാടനുസരിച്ചായിരിക്കും ഇനി നീറ്റ് പരീക്ഷയിൽ ഒരു പുനഃപരിശോധന വേണോ അതോ പുനഃപരീക്ഷയാണോ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ കോടതിയുടെ തീരുമാനത്തിൽ വിധേയമായിരിക്കും. ഷബ്ന, വളരെ വ്യക്തമായി തന്നെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ NTA-യോട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ ചോർച്ചയിലൂടെ ആർക്കൊക്കെ ഗുണം ലഭിച്ചു, ഗുണഭോക്താക്കൾ ആരൊക്കെ എന്നറിയിക്കാൻ സുപ്രീം കോടതി പ്രത്യേകം പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു സമഗ്രമായ സത്യവാങ്മൂലം റിപ്പോർട്ട് തന്നെയാണോ ഇപ്പോൾ NTA സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്? ലക്ഷ്മി, സിബിഐയുടെ റിപ്പോർട്ടിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരേണ്ടതുള്ളത്. കാരണം ഇവരാണല്ലോ അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ സിബിഐ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒരു അന്വേഷണത്തിലേക്ക് എത്തിയിട്ടില്ല. കൺക്ലൂഡ് ചെയ്ത ഒരു റിപ്പോർട്ടല്ല കൊടുത്തിട്ടുള്ളത്. സിബിഐയുടെ അന്വേഷണം ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 3 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സിബിഐ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഹർജിക്കാർക്ക് പോലും ഇതിന്റെ കോപ്പി ഒന്നും നൽകിയിട്ടില്ല. നമുക്ക് കിട്ടുന്ന സോഴ്സിൽ നിന്നുള്ള വിവരം അനുസരിച്ച് ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വലിയ ക്രമക്കേട് നടന്നിട്ടില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാർ, NTA, അതുപോലെ CBI-യും. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കേന്ദ്രം തന്നെ കോടതിയിൽ അറിഞ്ഞത് പാട്നയിൽ മാത്രം ചോദ്യപേപ്പർ ചോർന്നു, ഒരു സ്ഥലത്ത് ചോദ്യപേപ്പർ ചോർന്നു എന്ന് കേന്ദ്രം സമ്മതിച്ചിരുന്നു. അതൊരു പ്രാദേശികമായ സംഭവമാണ് എന്നാണ് CBI-യും ഇപ്പോൾ പറയുന്നത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച പ്രാദേശികമായി മാത്രം നടന്നത് എന്നാണ് CBI ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് നിർണായകമായ CBIയുടെ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും NTA ആണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും CBI ആണെങ്കിലും ഇപ്പോൾ ഇതൊരു ലഘൂകരിച്ചുകൊണ്ട് പ്രാദേശികമായി നടന്ന ഒരു ചോർച്ച എന്ന് മാത്രമാണ് അവരുടെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. എന്തായിരിക്കും സുപ്രീം കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകം. ഷബ്ന സിയാദാണ് വിശദാംശങ്ങൾ നൽകിയത്.